മാല എവിടെ? എന്തിന്? ഇന്നലെ അതിന്റെ മൂട് ഇളങ്ങി കയ്യിൽ വീഴുന്നു. എന്നിട്ട് ഇത്രയും നേരമായിട്ട് എന്തേ കൊണ്ട് തരാത്തത്? രാത്രി എടുത്തോന്നേട്ടാ ഉറക്കത്തി കിടക്കണ. ശരി, രാത്രി 100 വീണ് നേരം വെളുത്തിട്ട് മണി 3 മണിയായില്ലേ? അന്നേരം ഞാൻ എടുത്തോണ്ട് വന്നില്ല. നേരം വെളുത്തിപ്പോ 3 മണി വരെ ആയില്ലേ? കിടക്കണം. അതിന് ഇത്രയും നേരം ആയില്ലേ? നിങ്ങൾക്ക് മാല തിരിച്ചിടണോന്നുണ്ടായിരുന്നെങ്കിൽ അത് ഊരി എന്റെ കയ്യിൽ കൊണ്ട് അമ്മ, ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് അറിഞ്ഞുകൂടെയിരുന്നെങ്കിൽ നേരം വെളുത്തിട്ട് മണി 3 മണിയായി, ഇത്രയും നേരമായിട്ട് നിങ്ങൾ ആ മാല കൊണ്ടുവന്ന് എന്റെ തരാത്തത്? എന്തോന്നറിയാം? അമ്മ, രാത്രി വേണ്ടെന്ന് ഞാൻ ചോദിക്കണ. ഇത്രയും നേരമായിട്ട് നിങ്ങൾക്ക് ആ മാല നിങ്ങൾ എന്നും ചെയ്യും പോലെ കുളിച്ച് തുണി കഴുകി അതൊക്കെ ചെയ്ത്, എന്നിട്ട് ഈ മാലയുടെ കാര്യം മാത്രം മറന്നുപോയാ? എന്റെ കൊണ്ട് തരാത്തത്? ഈ നൂലിട്ട് എങ്ങനെ കെട്ടണം? ഈ നൂല് അമ്മ, നിങ്ങൾ നൂലിട്ട് കെട്ടണ്ട, മാല എന്റെ തരാത്തതെന്നാണ് ഞാൻ ഈ ചോദിക്കണ. പറഞ്ഞിട്ട് കാര്യമില്ല. ബ്ലേഡും കൂടെ ഇങ്ങോട്ട്, ബ്ലേഡ് ഇത് ഒരു വടക്കിനിട്ട ഈ നൂല് കട്ടിയില്ലാത്ത. പിന്നെ ഞാൻ എന്ത് ചെയ്യണം? 2 വടക്കുള്ള നൂലാണെങ്കിൽ പോകണം. ഈ 2 മടക്കം എന്ന് പറയുമ്പോ നമ്മൾ നൂലിനതാണ്ട് ഇങ്ങനെ ആക്കണതില് 2 മടക്കെങ്കിൽ എങ്ങനെയൊന്ന് കാണിച്ചാ? വീണ്ടും എന്തിനോ ആക്രി പറക്കി അലമാരി കൊണ്ട് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാ കണ്ടത് അലമാരോ അടിച്ച് നടക്കണം. അലമാരിയിൽ എന്തിനു പറക്കി കൊണ്ട് വെച്ചിരിക്കണ? അപ്പോ ഫോട്ടോ എടുക്കണില്ല? ഈ ഇല്ല ഫോട്ടോ എടുക്കണോ? വീട്ടിൽ നടക്കണ എല്ലാം ഫോട്ടോ എടുക്കണോ? ഓ, നമ്മള് സംസാരിക്കണതൊക്കെ ഇപ്പൊ ഫോട്ടോ എടുക്കണോ? ഓ, ഇതിപ്പോ നമ്മള് സംസാരിക്കണല്ലേ. ഞാൻ നിങ്ങൾക്ക് ദാണ്ട മാല കെട്ടിത്തരണ, നൂല് കെട്ടിത്തരണല്ലേ. ഇതിന് ഇതും ഒക്കെ ഫോട്ടോ എടുക്കണോന്ന് പറഞ്ഞാൽ നടക്കണ കാര്യമാണോ? നിങ്ങളെ മോന്റെ കയ്യില് പറ, ചെറുക്ക ഫോട്ടോ എടുക്കണില്ല, അവളിപ്പം കുറെ ദിവസമായി ഫോട്ടോ എടുക്കണില്ല, ഫോട്ടോ എടുക്കാൻ പറ. നീ ഫോട്ടോ എടുക്കാത്തത്? നിങ്ങളെ മോൻ സമ്മതിക്കണില്ല. ഓ, നിങ്ങളെ മോൻ ഇപ്പൊ ഫോട്ടോ എടുക്കാൻ സമ്മതിക്കണില്ല. എന്ത് ചോദിച്ചു നോക്ക് എന്തെന്ന്. എനിക്കെങ്ങനെ അറിയാം? നിനക്കറിഞ്ഞൂടി? ഇല്ല, എന്റെ കൂടെ പറയൂലല്ല. നിങ്ങളെ മോൻ എന്തെങ്കിലും എന്റെ കൂടെ പറയൂ? ഫോട്ടോ എടുക്കില്ല. ഇല്ല, ഇപ്പൊ എത്രയോ ദിവസമായിട്ട് ഫോട്ടോ എടുക്കണില്ല. ഞാൻ എപ്പോഴെങ്കിലും ഇത് ഇവിടെ വച്ചോണ്ടിരിക്കുന്നത്, ഇവിടെ അല്ലേ ഞാൻ വെക്കണത് നിങ്ങൾ കണ്ടാ? അത് കൊള്ളാം. ഞാൻ അല്ലെങ്കിൽ നിങ്ങളെ മോന് തോന്നണ പോലെയല്ലേ ഈ വീട്ടിൽ നടക്കണത്. എനിക്ക് തോന്നണ പോലെയൊന്നും നടക്കൂലല്ലോ. പറ, നിങ്ങൾ പറ, മോന്റെ പറയടാ, ഇത്തിരി ഫോട്ടോ എടുക്കാൻ പറ. എത്ര ദിവസമായി? ഒരു ഇങ്ങനെ ആയ എന്ത്? കുളിച്ചും കൊണ്ട് പാൻറ്റുള്ളത് നൈറ്റി അല്ലേ? നൈറ്റി ഇത്രയും വൃത്തിയായിട്ട് അത് നിന്നിട്ട് നിങ്ങൾ എന്ത് ഫോട്ടോ എടുക്കാത്ത? അത് തന്നെ, അവന് ഇത് ഇട്ടുകൊണ്ടിരുന്നാ മതി. ഫോട്ടോ എടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്ന ഹൃദയത്തിന്റെ വേദന അറിയാമോ? ഫോട്ടോ നിങ്ങൾ പറഞ്ഞു നോക്ക്. ചിലപ്പോ നിങ്ങൾ ഈ സ്നേഹത്തോടെ മോനോട് സംസാരിക്കാത്തോണ്ടല്ലേ ഇതൊക്കെ ചെയ്യാത്ത. നിങ്ങൾ മോനെ ഒന്ന് ഫോട്ടോ ഇടും മോനേന്ന് പറ. അറിയാതെ വീണു പോണതാണ്, ക്ഷമിച്ചേക്കണേ. അമ്മ, ഈ ചെറുക്കാന്നൊന്നും വിളിച്ചാലൊന്നും നിങ്ങളെ മോൻ കേക്കൂല. നിങ്ങളെ മക്കളെ ഇത്തിരി ഫോട്ടോ ഇടന്ന് പറ, കേക്കൂ നോക്കാം. മക്കളെന്ന് പറഞ്ഞില്ലല്ലോ. മോനെ ഫോട്ടോ എടുക്കാൻ പറ.
പറഞ്ഞു നോക്ക് പറഞ്ഞു. മോനെ പാട്ടേടാ. ഞാൻ നിങ്ങള് മക്കളെ മോനെ എന്നൊക്കെ ഈ ആവശ്യ സമയത്ത് വിളിക്കണോണ്ടാണ് നിങ്ങളെ മോൻ കേൾക്കാത്ത. ഈ ചുമ്മാ ഇരിക്കുമ്പോ നിങ്ങളെ മോൻ അവിടെ ഇപ്പൊ ഉദാഹരണം പെയിന്റ് അടിച്ചോണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പറയണം മോനെ നിനക്ക് സുഖം തന്നെ എന്ന് ചോദിക്കണം. മോനെ എന്നൊക്കെ വിളിക്കണം. വല്ലപ്പോഴും നമ്മളെ മക്കളാ മോനെ മക്കളെ നിനക്ക് സുഖം തന്നെ. ഞാൻ ഇപ്പൊ നന്ദനെ വിളിക്കണായിട്ടില്ലേ, കുഞ്ഞെ വിളിക്കണായിട്ടില്ലേ, മോനെ മക്കളെ. എനിക്ക് ചിരി മോനെ മോനെന്ന് വിളിക്കണത് കേക്കാൻ നല്ല രസം. ഞാൻ പറഞ്ഞുതരാം. യോധ സിനിമയില് ദോണ്ട വന്നേക്കണ നിന്റെ മോയ് ഹോർലിക്സ് ഇളക്കിക്കോളെന്ന് പറയും പോലെയാണ് മോനെന്ന് വിളിക്കണ. നിങ്ങളെ അമ്മ ഞാൻ ഈ തമാശ എനിക്ക് ചിരി വരണം എന്നുള്ള വാസ്തവം. പക്ഷെ ഞാൻ ഒരു സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയാം. നിങ്ങളെ മോനാണത്. അപ്പം നിങ്ങൾ വല്ലപ്പോഴും മോനെ എനിക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാന്നൊക്കെ പറയണം. എന്നാലേ മോ അനുസരിക്കുള്ളൂ. ഇപ്പൊ വേണ്ടില്ല എത്ര നാളായി ഫോട്ടോ എടുത്തിട്ട് ഒരാഴ്ച കൂടുതലായി. ഇത്രയും ദിവസമായിട്ട് ഫോട്ടോ എടുക്കണുണ്ടോ? നിങ്ങൾ സ്നേഹത്തോടെ പറയണം മോനെ ഇത്തിരി ഫോട്ടോ ഒക്കെ ഇട്, എനിക്ക് എന്നെ എല്ലാരും കാണണം എന്ന് പറ. അങ്ങോട്ട് പറഞ്ഞുകൂട്. എല്ലാരും കണ്ണോടാ നീ ഫോട്ടോ ഇട്. മക്കളെ മോനെ ഫോട്ടോ ഇട്. നീ ഞാൻ കൂടുതൽ ദിവസം ഇരിക്കണ. അയ്യോ എവിടെ പോകാൻ? ഞാൻ മരിച്ചു. ആര് പറഞ്ഞ? നാളല്ലേ അതുകൊണ്ട് ഇന്ന് എത്ര ദിവസമായി? 2-ാം തീയതി, ഫെബ്രുവരി 2-ാം തീയതി. മരിച്ചെന്റെ പൂറ്റൊന്നും മരിച്ചതിന്റെ പിറ്റന്ന് മരിക്കോ? അതെങ്ങനെ? അമ്മയുടെ നാള് പരണി. അമ്മയുടെ നാള് ഭരണി. ഭരണി. എന്റെ നാൾ പൂയം. പൂയം കരിനാളാരി. എന്നിട്ട് ഞാനും നിങ്ങളോട് പിന്നെ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകുന്നു ശോഭനെ? പൂയം അവിട്ടം ചേരൂലാന്നാണ് പറയണ. നമ്മള് ഭയങ്കര ടാംസിലാണ്. ഓ തുടങ്ങി പിടിച്ചാണങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞ ഉടനെ കട്ടിലിനും പായലും പിടിക്കും. ഇതല്ലേ പ്രശ്നം. അല്ല ഇപ്പൊ പൂയനാൾ ഇപ്പൊ മരിച്ചു ആര് പറഞ്ഞ? ഞാൻ പറയും. നിങ്ങൾ പറയണില്ലേ? അത് കുറെ കൊല്ലം കൊണ്ട് ഞാൻ കേക്കണെന്നെ. വെളിയിൽ പോവാത്തത് വീട്ടിൽ പണി നടക്കില്ലേ? വീട്ടിൽ പണി നടക്കുമ്പോ എങ്ങനെ വെളിയിൽ പോവും? അതുകൊണ്ടാ വെളിയിൽ പോവാത്തത്. പോയി ഇല്ല ഇപ്പൊ പോയില്ല. ഈ മാസം പോയില്ല. എന്ത് അടുത്ത മാസം പോയില്ലേ? ഈ മാസം പോവും. ഫെബ്രുവരി തുടങ്ങിയല്ലേ ഉള്ളൂ. ഞാൻ പോവില്ല. എനിക്ക് അറിഞ്ഞൂടാ കണക്കാന്ന് എടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ നിങ്ങളെ കൊണ്ടുപോയല്ലേ എന്നാള്? എവിടാ? ഈ മാല ഇനി ഊരിക്കളയോ? ഇനി ഊരിയല്ല. ഇന്ന് എത്ര ദിവസത്തേക്ക്? കത്ത് കിടക്കണം. ബലായിട്ട് കിടന്നാലും വലിച്ചു പൊട്ടിച്ചാ പൊട്ടു അമ്മ. ഞാൻ പൊട്ടിക്കില്ല. പൊട്ടിക്കൂല. പാവം പേടി. നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഈ മാല വേണമായിരുന്നെങ്കിൽ നിങ്ങളെങ്കിൽ രാവിലെ നേരം വിളിച്ചിട്ട് സാധാരണ എന്തെങ്കിലും കിട്ടിയ പെണ്ണേന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ടുവരണില്ല. ഇന്ന് എന്തുകൊണ്ട് കൊണ്ടുവന്നില്ല? അപ്പൊ നിങ്ങൾക്ക് മാലയുടെ ഇഷ്ടമല്ല. മാലയുടെ ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ രാവിലെ കൊണ്ടുവരുവായിരുന്നല്ല. ഇനി മലയൊന്നും മാല. അപ്പൊ മനപ്പൂർ ഊരി കളഞ്ഞല്ലേ? ഉരി വെച്ചിരുന്നു. ഈ കമ്മൽ ഉരി വെച്ചിട്ട് വേണ്ട. കമ്മൽ ഊരല് ശോഭനെ എന്റെ സ്വഭാവം മാറും. എടുക്കണില്ല. അത് ഞാൻ ബട്ടൺ എത്തിത്തരാം. അല്ല ഞാൻ ഈ ബട്ടണും എല്ലാം കൂടെ ചേർത്ത് ഇറുക്കിയിട്ട് തന്ന കമ്മലല്ലേ നിങ്ങളല്ലേ ഊരി കളഞ്ഞത്? ബട്ടണിനെ അതിനെ ഇതിനെയൊക്കെ അപ്പോഴെപ്പോഴാ ഊരി എവിടെയെങ്കിലും കൊണ്ട് കളയണേന് ഞാൻ എന്ത് ചെയ്യാൻ? നമ്മളെ കമ്മല് മാലയൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പൊ പറയാം. നമ്മള് ദൂരെ ഒരു അമ്പലത്തിൽ പോണു. വരണ? ഞാൻ ദൂരെ വരണില്ലേ? കൊണ്ടുപോകെങ്കിൽ വരാം. പക്ഷെ ഒരു കാര്യം പറയാം. ദൂരെ പോകണോണ്ട് നമ്മള് വെളുപ്പിനെ ഇവിടുന്ന് 4 മണിക്കൊക്കെ കുളിച്ചിട്ടൊക്കെ പോണം. പിന്നെ ഒരുപാട് പേര് വന്ന് സംസാരിക്കും. പിന്നെ കൊറേ നേരം കാറിൽ ഇരിക്കണം. ഇരിക്കോ? അപ്പൊ ചോദിക്കും എന്താ എവിടെ പോണം? ആര് ചോദിക്കും? ഞാൻ ചോദിക്കും. എവിടെ പോണമെന്ന് ചോദിക്കും. എവിടെ പോണോ ഞാനും ചോദിക്കും. അപ്പൊ നിങ്ങൾ ഈ കാറിൽ കയറിയ ഇങ്ങനെ ഒരേ ഇരിപ്പ് ഇങ്ങനെ ഇരിക്കില്ല. അങ്ങനെ ഇരിക്കും. അതാണ് നമ്മൾ ഇവിടെ ഇപ്പൊ കൊണ്ടുപോകാത്ത. അത് ഇപ്പൊ നമ്മള് ഇവിടെ കൊണ്ടുപോകാത്തത് കൊണ്ടാണ്. ഞാൻ ചോദിക്കും. ആ കാലം കഴിഞ്ഞെന്ന് നിങ്ങൾ പറഞ്ഞാൽ മാത്രം പോരാ. നിങ്ങൾ കാറിൽ കയറുമ്പോ എവിടെ പോണെന്ന് ചോദിക്കും. നിങ്ങള് കാറിൽ കയറി ഇങ്ങനെ ഒരു ഇരിപ്പാണ്. ഈ ഇരിപ്പിരിക്കും.
പിന്നെ നമ്മള് തൊട്ടാലും പിടിച്ചാലും ഒന്നും അനങ്ങൂല. ഞാൻ ചോദിക്കും എന്തൊരു ചോദിക്കും? വേണമെന്ന്. നമ്മളൊരു ക്ഷേത്ര ദർശനം പ്ലാൻ ചെയ്യുന്നുണ്ടേ, കൊട്ടാരക്കര ഗണപതി കോവിലില്. എന്നാണെന്നുള്ളത് പ്ലാൻ ചെയ്തില്ല. പോണം, ഭയങ്കര ആഗ്രഹം. ഞങ്ങൾ ഒരു വട്ടേ പോയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് പക്ഷെ ഞാനും ചേട്ടനും പിള്ളേരും മാത്രമായിട്ടാണ് പോയത്. ഇനി പോണെന്ന് അമ്മയും കൊണ്ട് പോകണമെന്ന് ആഗ്രഹം. കാര്യം അമ്മ ആദ്യം ഒരിടവും പോവാനൊന്നും വില്ലിങ് ആയിരുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞത് കളിയായിട്ടല്ല, കാറിൽ കയറിയാലും മിണ്ടാണ്ടിരിക്കും. ഒന്നും എന്ന് വെച്ചാൽ ചുറ്റും നടക്കുന്ന ഒന്നും നോക്കത്തില്ല, അറിയത്തില്ല, ഒരേ ഇരിപ്പം ഇരുന്ന് കളയും. പരിചയം ഇല്ലാത്തതുകൊണ്ടാണ്. എന്ന് വെച്ചാൽ ഒന്ന് കാറിൽ കയറി പരിചയമില്ല, രണ്ട് ഈ പരിസരത്ത് എന്താണ് നടക്കണേന്ന് അറിഞ്ഞുകൂടാ. അപ്പൊ അതുകൊണ്ട് ഒരേ ഇരിപ്പ് ഇരുന്ന് കളയും. അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്രാവശ്യം കൊട്ടാരക്കര ഗണപതി കോവിലൊക്കെ ഒന്ന് പോയി അമ്മയും കൂടെ ഒക്കെ കൊണ്ടുപോയി ഒന്ന് ലാവിഷാവാന്ന് കരുതി. ലോങ് ട്രിപ്പ് ഒക്കെ ആദ്യമായിട്ടാണ് പോകാൻ പോണേ. അമ്മ എവിടെ പോയി? വാ. നമ്മൾ പോകുന്നതില് നിങ്ങൾ എല്ലാവരും സപ്പോർട്ടീവ് ആണല്ലോ അല്ലെ? എല്ലാരും പറയും ഓരോടത്ത് വരുമ്പോഴത്തേക്കും പറഞ്ഞേക്കണേ, നേരത്തെ പറഞ്ഞേക്കണേ, ഞങ്ങൾക്ക് വരാനാണെന്ന്. പക്ഷെ നമുക്ക് നേരത്തെ പ്ലാൻ ചെയ്ത് ഒരു കാര്യവും ഈ വീട്ടിൽ നിന്ന് പറ്റൂല. അറിയാലോ, നമ്മൾ അങ്ങനെ നേരത്തെ മുൻകൂട്ടി മാസങ്ങൾക്ക് മുൻപ് എന്റെ പൊന്നമ്മ വള്ളി ഒന്ന് കളാ. വള്ളി വാങ്ങണം. ഞാനൊരു കറുത്ത ചരട് വാങ്ങാൻ വേണ്ടി ഇരിക്കുന്നു. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ല, പക്ഷെ മറന്നല്ല. ഈ വീട്ടിൽ നിന്ന് വെളിയിലൊന്നും പോകാൻ പറ്റണില്ല ഇപ്പൊ. ഈ വള്ളി മാറ്റണം കേട്ടാ. ഇത് വൃത്തികേടാണ്. ഇതും കെട്ടിക്കൊണ്ടൊന്നും ഞാൻ ഒരിടവും കൊണ്ടുപോകൂല കേട്ടാ. ഇത് നിങ്ങളെ മറ്റേ ആ കൈലീരയാണ്, ആ കൈലീര തുമ്പാണ്. ചേട്ടൻ വലിയ കാര്യത്തിൽ കയ്യിൽ കഴുകി ഉണക്കാൻ ഈ അശയെ കൊണ്ടിടും. വൈകുന്നേരം എടുക്കുമ്പോ തുമ്പ് കാണൂല. തുമ്പ് മുഴുവൻ ശോഭന്റെ തലയിലിരിക്കും. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പണ്ടും അമ്മ ഇതുപോലെയായിരുന്നു. എല്ലാവരുടെയും അശയിൽ പോയി കയ്യിൽ കഴുകി ഉണക്കിയിട്ടിരിക്കുന്നതിന് കീറിയെടുത്ത് തലയിൽ കിട്ടുമെന്ന്. അന്ന് മതിലല്ലല്ലോ തന്നെ അമ്മ? പണ്ടിങ്ങനെ ചെയ്യുമായിരുന്നാ? എല്ലാരെയും തുണിയുടെ തുമ്പ് കീറി തലയിൽ വെക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ആരാ തുമ്പ് കീറുന്നത്? ആരെ വീട്ടിൽ പോയി കീറുന്ന? നമ്മളാ പറ്റി വേറെ ആരെയും വീട്ടിൽ പോയി കീറൂലേ? ആരും വീട്ടിൽ പോവില്ല. അപ്പുറം അപ്പുറം വീട്ടിൽ പോയി കീറുമല്ല? അപ്പുറമൊന്നും പോവില്ല. നമ്മളുടെ പിണക്കോ? മിണ്ടൂലേ? ഈ കത്തരി അയ്യോ, എന്നെ ഇൻവൈറ്റ് ചെയ്യുന്നു ശോഭന. അയ്യോ പോയിരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങള് അവിടെ ഇരിക്കും. അയ്യപ്പോ, ഇതൊരു തണുപ്പിനകത്ത് നല്ല സുഖം കേട്ടാ. അവർക്ക് ഫാനൊന്നും വേണ്ട, വെറുതെ അല്ല ഫാൻ. ഇപ്പൊ ഫാൻ ഇടോ അമ്മ? പിന്നെ മിനിഞ്ഞാന്ന് ഇട്ടിരുന്നതാ? ഇന്നലെ ഇട്ടില്ലേ? ഇന്നും ഇട്ടില്ലേ? പക്ഷെ നല്ല തണുപ്പ് ഇതിനകത്ത്, നല്ല തണുപ്പ്. ഞാനിപ്പൊ രാവിലെ എണീക്കണല്ലോ. ഞാനിപ്പൊ രാവിലെ എണീക്കണുണ്ടല്ലോ. ഇന്ന് നിങ്ങൾ സുഖം ഉറക്കം വരുന്നില്ല. ഇന്ന് നിങ്ങൾ 6:30-7 മണിക്കല്ലേ എണീറ്റ് വന്നേ? കൊള്ളപ്പനം പറയൂ കള്ളി. ഇന്ന് എണീറ്റൊന്നുമില്ല. ഞാനൊരു 2-3 ദിവസം വെളുപ്പിന് എണീറ്റില്ലായിരുന്നു. 3 ദിവസം. അപ്പം വെളുപ്പിന് എണീറ്റ് വന്നിട്ട് അവിടെ എന്നെ കാണാത്തോണ്ട് വന്ന് കിടന്ന് ഉറങ്ങും. ഇപ്പൊ ഞാൻ വെളുപ്പിന് തന്നെ എണീക്കുന്നത്. ഇപ്പൊ വരണില്ല. അമ്മയുടെ ഒരു കുഴപ്പമെന്ന് പറയണത്, ഈ ഇതിന്റെ മേലിൽ കാക്കയുണ്ടല്ലോ, കാക്ക രാത്രി ഇരുന്ന് വിളിക്കും. ഇതിന്റെ മരമില്ലേ, മരത്തിൽ കാക്ക ഇരുന്ന് രാത്രി വിളിക്കുമ്പോഴത്തേക്ക് അമ്മ വിചാരിക്കും നേരം വെളുത്തെന്നും പറഞ്ഞിട്ട് ആ കാക്ക വിളിക്കുന്ന സമയത്ത് എണീറ്റ് വരും. ഒരു ദിവസം രാത്രി നമ്മള് ഒരു ന്യൂ ഇയർ സമയത്താണെന്ന് തോന്നുന്നു, ഇതുപോലെ നമ്മൾ എവിടെ പോയിട്ട് 1 മണി അടുപ്പിച്ചായി വന്നപ്പോ നമ്മളെ ഗേറ്റൊക്കെ അടച്ചു കൂട്ടിട്ട് വന്നപ്പോൾ നേരം വെളുത്തുന്നാലും കയ്യിൽ പേസ്റ്റും ബ്രഷും ആയിട്ട് എണീറ്റ് വരണം പല്ല് തേക്കാനായിട്ട്. 1 മണിക്ക് കാക്ക. അപ്പൊ ചേട്ടൻ വഴക്കൊണ്ട് പറഞ്ഞ് കാക്ക വിളി കേട്ടൊന്ന്. കാക്ക വിളി കേട്ട അമ്മ വിചാരിക്കണത് നേരം വെളുത്തെന്നാണ്. നമുക്ക് ഒത്തിരി മരം ഉള്ളത് കൊണ്ട് നിറച്ച് കാക്കയും കാക്ക കുഞ്ഞുങ്ങളുണ്ട്. ഇന്നും ഒരു കാക്ക കുഞ്ഞിനെ ഞാൻ എടുത്ത് കളഞ്ഞു. കാക്കകൾ തമ്മിൽ അവിടുത്തെ ആ അടുക്കളയുടെ അവിടുത്തെ പ്ലാവില് കാക്കകൾ തമ്മിൽ കൂട് കൂട്ടാൻ മത്സരം. അപ്പം എന്നിട്ട് ആരെങ്കിലും അടിയുണ്ടാക്കിയിട്ട് ജയിക്കുന്ന ഏതെങ്കിലും ഒരു കാക്ക അവിടെ കൂട് വെക്കും. കൂട് വെച്ചിട്ട് അതിൽ മുട്ട വിരിഞ്ഞ് കുഞ്ഞാകുമ്പോ ഏതെങ്കിലുമൊക്കെ കാക്കകളും കുഞ്ഞുങ്ങളെ കൊത്തി താഴെ തള്ളിയിട്ട് അത് ഇടത്തായിട്ട് തന്നെ പറയി കിടക്കും. എന്നുവെച്ചാൽ കുഞ്ഞുങ്ങളെ കൊത്തി കൊന്ന് താഴെ ഇട്ടിരിക്കും. ഇന്നും ഞാൻ ഒരെണ്ണത്തിന് എടുത്ത് കളഞ്ഞു. എനിക്കാണെങ്കിൽ കാണുമ്പോ സങ്കടം വരും. കുഞ്ഞ് പപ്പു മക്കളല്ലേ, കാക്കയായാലും പൂച്ചയായാലും എന്താണെങ്കിലും കുഞ്ഞുങ്ങളെ എന്നല്ല. അപ്പൊ അങ്ങനെ എന്നെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും.
ഇന്നത്തെ നിങ്ങൾ ചരിച്ച് വെച്ച് നോക്കണം. എന്ന് പോയിട്ട് വേണം പോണം, പണി മൊത്തം കഴിയിട്ട്. പണി തീരാറായല്ല, പണി തീർന്നിട്ട് പോവാം. പണി നിങ്ങൾ വരണാ? അല്ലെങ്കിൽ വേണ്ടമ്മ, ഇത്രയും ദൂരം വൈകുന്നേരം കുട്ടിക്കൊണ്ട് വേണ്ട. ഇത്രയും ദൂരം നിങ്ങൾക്ക് വണ്ടിയിൽ ഇരിക്കാനൊന്നും പറ്റൂല. എന്ത് ഇത്രയും ദൂരം എങ്ങനെ ഇരിക്കണത്? എന്ത് അല്ലെങ്കിൽ വേണ്ട, ഇനിയിപ്പോ കൊണ്ടുപോണ്ട. ഇവിടെ തനിച്ചിരിക്കാണ്. അതിനെന്ത് ഇത്രയും ദിവസം തനിച്ചല്ലേ ഇരുന്നത്? ഓ എനിക്ക് വയ്യ, ഞാൻ കൊണ്ടൊന്നും പോണില്ല. കൊണ്ടുവരാൻ ഇത് വെളുപ്പിനെ 4 മണിക്കൊക്കെ ഇവിടുന്ന് പോണം. പിന്നെ തിരിച്ച് നമ്മൾ വരാൻ വൈകുന്നേരം 4 മണിയാവും. വേണ്ട, നിങ്ങൾ ഇനിയിപ്പോ ഇവിടെ ഇരിക്കും, നമ്മൾ പോയിട്ട് വരാം. ഞാനും പിള്ളേരും അങ്ങേരും കൂടെ പോയിട്ട് വരാം. നിങ്ങളിവിടെ പട്ടികളെയൊക്കെ തുറന്ന് ചവറൊക്കെ പറക്കി തൂത്തൊക്കെ വരാൻ പറ്റുമെങ്കിൽ തൂത്ത് വരൂലല്ല, ആ ചവറൊക്കെ പറക്കി പട്ടിയൊക്കെ തുറന്ന് ഓരോ പട്ടികളായിട്ട് തുറന്നിട്ടിരുന്നാൽ മതി. നമ്മൾ പോയിട്ട് വരാം. പോവും, ഉടനെ പോവും. നമ്മൾ പോയിട്ട് വരാം. നിങ്ങൾ ഇനിയിപ്പോ വരണ്ട. നിങ്ങൾക്ക് പിന്നെ ദൂരെ ഇരിക്കുന്ന പാടല്ലേ കാറിൽ. ഉണരുവിൻ, നിങ്ങൾ ഉണരുവിൻ. നിങ്ങൾ നിദ്രയിലാണ്. നമുക്ക് പോവാം, ടാറ്റ പോവാം. ഇത് കാണുമ്പോ നിങ്ങളുടെ പലർക്കും ഓർമ്മ വരുമ്പോ ഈ കൊച്ചു കുട്ടികൾ എവിടെയെങ്കിലും പോയി ഇറങ്ങിയിരിക്കുമ്പോ കൊണ്ടുപോകൂല, നിന്നെ കൊണ്ടുപോകൂല എന്ന് പറയുമ്പോ പിള്ളേര് ഇങ്ങനെ ഞാൻ പക്ഷെ ഇതല്ല പ്രതീക്ഷിച്ച. ഞാൻ വിചാരിച്ച ഞാൻ വരും എന്നെ കൊന്നാലും മോഡലാ ശോഭന, മോഡലാ. കൊള്ളാമോ? നിങ്ങളെന്താ എന്റെ വിലയും കൂടെ ഇതുപോലെ ആക്കി തരാം. ആടാ സൗണ്ട് കേട്ടാ എന്തിനമ്മ സൗണ്ട്? കല്ലുറക്കി, ഇത് കല്ലുവേണാ അമ്മ? ഇത് കല്ലല്ലമ്മ, ഇത് കാക്കയല്ലല്ല. കാറ്റടിച്ചപ്പോ കമ്പെന്തോ വീണല്ലേ? ചോര വരുന്ന ചോര നേരത്താ? ഞാൻ പോട്ടെ. വീട്ടിൽ പോണ്. ഞാനും ചോറ് തിന്നണില്ലല്ലോ. നമ്മളെ ഡയറ്റ് എന്നവര് ശോഭനയുടെ പാത പിന്തുടരുന്നത് നല്ലത് കേട്ടോ. വണ്ണം വെക്കാതിരിക്കാനായിട്ടുള്ള നമ്പർ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വയറുവീക്ക കഴിക്കുക, രാത്രിയും ഒരു 7 മണിയാകുമ്പോ വയറുവീക്ക കഴിക്കുക, ഉച്ചയ്ക്ക് കഴിക്കണ്ട. വണ്ണം കുറയും. എന്താണ്ടാ ചിരിക്കണ അരിപ്പ് കണ്ടില്ലേ? ഞാനിപ്പോ ഇങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് കഴിക്കൂല. ഞാനിപ്പോ രാവിലെ കഴിക്കും, രാത്രിയും കഴിക്കും. ഓ ഞാൻ പോണു. ഫോട്ടോ നിങ്ങളെ എടുക്കണില്ലമ്മ. ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങളെ എടുക്കണില്ല. അവരും കൂടെ ആര്? ഞാൻ എന്ത് ചെയ്യാൻ? നിങ്ങൾ പറ. ചെറുക്കാൻ ഫോട്ടോ എടുക്കാൻ പറ. ചെറുക്കാന്ന് വിളിച്ചോണ്ടാണ് എടുക്കാത്ത. നീ പോട്ടേട്. ഞാൻ എന്തിനു പറയാൻ? നമ്മളിപ്പോ ആരും കാണണില്ലല്ലേ? ഇപ്പൊ ആരെയും കാണില്ലേ? അതാണ് അജിനെ ഒരു സമ്മാനം കിട്ടാൻ. എന്താ ഫോട്ടോ എടുക്കാത്തോണ്ടാണ് ഇപ്പൊ സമ്മാനം ഒന്നും കിട്ടാത്തത്. ഫോട്ടോ എടുത്തിരുന്നേ കിട്ടിയാണ്. കൊണ്ടുവരുവായിരുന്നു. ആര് കൊണ്ടുവരുമമ്മ? ആളുകൾ കൊണ്ടുവരുമായിരുന്നു. വല്ല കൊടുക്കാനായിട്ട് തന്നിട്ടു. അത് തന്നെ. പോട്ടെ, നമുക്ക് പറഞ്ഞ് സംസാരിക്കാം. നമുക്ക് പറഞ്ഞ് സംസാരിക്കാം. ഞാനിപ്പോ ഈ രാജ്യം കഴിയുന്നത് നാളെ കഴിയും. അത് കഴിയുന്നു. ഞാൻ പോണം, എനിക്ക് ജോലിയുണ്ട്. ഞാൻ പോണേ. പോകുമ്പോ കൊണ്ടുപോവാം കേട്ടാ. കോവിലില് പോകുമ്പോ കൊണ്ടുപോവാ കേട്ടാ. ജോലിയൊക്കെ തീർന്നിട്ടേ പോവുള്ളൂ. അപ്പൊ കൊണ്ടുപോവാമേ. ഇനി വിചാരിക്കയ്യോ എവള് കൊണ്ടുപോകൂലേ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കും. ഇന്ന് മാത്രമേ ഉള്ള? ഇല്ല, ഇന്നും നാളെയും കൂടെ കാണും. നാളെ ഉണ്ടാ? ഇന്ന് ഒരാളേ ഉള്ളൂ. ഇന്ന് മറ്റേ ആള് വന്നില്ല. എന്ത്
ആ, ചോദിച്ചു ഉം ചോദിച്ചു ഉം